വേനൽ കടുത്ത് തുടങ്ങിയപ്പോൾ തന്നെ അധികൃതർ നമുക്ക് ഒരുപാട് നിർദ്ദേശങ്ങൾ തന്നു. ഒന്ന്, പകൽ സമയത്ത് പണിയെടുക്കുന്നതിനെ കുറിച്ചാണ്. കൃത്യസമയത്തെ ഇടവേള വേണം, കുട ഉപയോഗിക്കണം, വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞുള്ള കുറച്ച് ഉപദേശങ്ങൾ. അതിനുശേഷം പാമ്പിന്റെ ശല്യം രൂക്ഷമായി. പാമ്പ് ശല്യം രൂക്ഷമായി കഴിഞ്ഞപ്പോൾ അധികൃതർ പറഞ്ഞു വീടും പരിസരവുമൊക്കെ വൃത്തിയായി സൂക്ഷിക്കണം, പാമ്പ് കടിയേറ്റാൽ ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ വേനൽ മഴയൊക്കെ ഇപ്പോൾ പെയ്തു തുടങ്ങിയെങ്കിലും വേനൽക്കാലം നമ്മെ വല്ലാതെ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. ഞാനെന്താണ് ഇങ്ങനെ കവലപ്രസംഗം നടത്തുന്നതെന്ന് പ്രേക്ഷകർക്ക് തോന്നിയേക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് പ്രാങ്ക് വീഡിയോകളെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിൽ നടന്ന ഒരു ക്രൂരതയാണ്. പ്രാങ്ക് എന്ന് പറയുന്നത് തന്നെ ഒരു വ്യക്തിയുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്, അല്ലെങ്കിൽ പബ്ലിക് ന്യൂയിസൻസ് ആണ്. IPC അതിനെ വകുപ്പുകളിലും നിശ്ചയിച്ചിട്ടുണ്ട്. പ്രാങ്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഉദാഹരണത്തിന് സൂര്യ ടിവിയുടെ തുടക്ക സമയത്തുണ്ടായിരുന്ന തരികിട പോലുള്ള പരിപാടികൾ. ഇപ്പോഴും അതിന്റെ ടീമൊക്കെ ചില ചാനലുകളിൽ പ്രാങ്ക് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവരൊക്കെ ചെയ്യുന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമായിട്ടാണ്. പ്രാങ്ക് ചെയ്യപ്പെടാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ ബന്ധുക്കളോ അടുത്ത പരിചയക്കാരോ സുഹൃത്തുക്കളോ ഒക്കെ കൃത്യം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനനുസരിച്ച് ഒരു തിരക്കഥയൊക്കെ തയ്യാറാക്കിയ ശേഷമാണ് അവർ പ്രാങ്ക് ചെയ്യുന്നത്. എന്നാൽ ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിൽ നടന്നത് ഇതാ പാമ്പ് എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരാൾ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഓടിക്കയറുകയാണ്. അവിടെ നിന്ന് ആളുകൾ ചിന്നിച്ചിതറി ഓടി എന്ന് പറഞ്ഞാൽ പേടിച്ച് വിറച്ച് ഓടി എന്നർത്ഥം. ഈ പ്രാങ്കിലൂടെ എന്താണ് ഇയാൾക്ക് ലഭിക്കുന്നത്? ഒരുപക്ഷെ എങ്കിൽ ഇയാൾ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് കുറെ വ്യൂസും ലൈക്കും അതുപോലെ തന്നെ ഷെയറും ഒക്കെ കിട്ടും. കുറെ ആളുകൾ ചിരിക്കും. എന്നാൽ ഇതിന് വിധേയരാക്കപ്പെടുന്ന ആളുകൾ, ഇവരിൽ ബസ് സ്റ്റാൻഡിലൊക്കെ നിൽക്കുന്ന ആളുകളിൽ പലർക്കും പലവിധമായ രോഗങ്ങളുണ്ടാവും, പലവിധമായ അസ്വസ്ഥതകളുണ്ടാകും. അതുപോലെ ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിന് തിരക്കിട്ട ബസ് സ്റ്റാൻഡാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ പ്രദേശമൊക്കെ കണ്ടിട്ടുള്ള ആളുകളായിരിക്കും. ഇവർക്കറിയാം, KSRTC ബസ്സൊക്കെ വീശി വളച്ച് പോകുന്ന സ്ഥലമാണ്. പെട്ടെന്ന് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആളുകൾ ചിന്നിച്ചിതറി ഓടുമ്പോൾ ബസ്സോ മറ്റോ വന്ന് ഇടിച്ച് വാഹനാപകടം ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുമാത്രമല്ല, ഇത് വിശ്വസനീയം എന്ന് ആളുകൾ വിശ്വസിക്കുകയും ഭയപ്പെടുകയും ചെയ്യും. നമുക്കറിയാം, പോലീസിന്റെ പരേഡ് ഗ്രൗണ്ടിൽ പോലും പട്ടാപ്പകൽ പാമ്പിനെ കണ്ടെത്തിയ നാടാണ് നമ്മുടെ നാട്. അതുകൊണ്ട് ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിലൊക്കെ പാമ്പ് കയറിയെന്ന് പറഞ്ഞാൽ ആളുകൾ പേടിച്ച് നിലവിളിച്ചോടും. പിന്നെ പാമ്പെന്ന് കേട്ടാൽ കേരളത്തിൽ ഭയപ്പെടാത്ത ഒന്നോ രണ്ടോ വ്യക്തികളിൽ ഒരാൾ നമ്മുടെ വാവ സുരേഷ് ഏട്ടനാണ്. വാവ സുരേഷ് ഏട്ടൻ ഒരുപക്ഷെ എങ്കിൽ പേടിക്കില്ല. ബാക്കി 99% പേരും പാമ്പെന്ന് കേട്ടാൽ ഒന്ന് ഭയപ്പെടും. പിന്നെ ഈ സ്നേക്ക് റെസ്ക്യൂ ടീമിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരും ഒരുപക്ഷെങ്കിൽ പാമ്പിനെ കണ്ടാൽ പേടിക്കാതെ നിൽക്കുമായിരിക്കാം. ഞാനൊക്കെ നിലവിളിച്ചുകൊണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നെപ്പോലുള്ള സാധാരണക്കാരാണ് ഈ ആറ്റിങ്ങൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം നടന്നുവെന്ന് പറഞ്ഞ് വാർത്ത ഞങ്ങളെ വിളിച്ച് അറിയിച്ചതും. ഇത് ശരിയായ രീതിയല്ല. പ്രാങ്ക് ചെയ്യുന്നവർ അത് മാന്യമായി ചെയ്യണം. ഒന്നുകിൽ അതിനൊരു തിരക്കഥയൊക്കെ തയ്യാറാക്കി കൃത്യം പ്ലാനോടുകൂടി ഒരാളെ ടാർഗറ്റ് ചെയ്ത് അയാളെ കളിപ്പിക്കുക, അല്ലെങ്കിൽ അതിൽ നിന്ന് ഹാസ്യമുണ്ടാക്കുക, സറ്റയർ ഉണ്ടാക്കുക എന്നത് നല്ല രീതിയായിരിക്കും. അല്ലാതെ ഇങ്ങനെ പബ്ലിക്കായിട്ടുള്ള ഒരു സ്ഥലത്ത് വന്ന് നിന്ന് ഞാനൊരു പ്രാങ്ക് ചെയ്യാൻ പോകുകയാണ്, പ്രാങ്കാണ് ചെയ്യുന്നത് എന്നൊന്നും പറയാതെ പെട്ടെന്ന് ആളുകളെ ഭയചകിതരാക്കി ഓടിക്കുക എന്നൊക്കെ പറയുന്നത് നിയമവിരുദ്ധമാണ്. അവർക്കെതിരെ കർശന നടപടിയെടുക്കാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന പോലീസിനും അതുപോലെ തന്നെ നിയമവ്യവസ്ഥയ്ക്കുമുണ്ട് എന്നത് ഓർമ്മിപ്പിക്കുകയാണ്.